ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെ തുടങ്ങണം എന്ന് പോലും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കർക്കിടകമൊക്കെ ആയിട്ടൊരു 4-5 വീഡിയോസൊക്കെ എടുത്ത് എല്ലാം സാധാരണ സമയം കിട്ടാതെയാണ്. പക്ഷേ ഇപ്രാവശ്യം എല്ലാം പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർഡായി നമ്മൾ നേരത്തെ തന്നെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വീഡിയോ ഇടാൻ പറ്റിയൊരു മാനസികാവസ്ഥയായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര നമ്മളെല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലൊക്കെ ശരിക്കും പിന്നെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. കുറേ പേരെ അന്വേഷിച്ചു, കുറേ പേരൊന്നും നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ട്. കുറേ പേര് അന്വേഷിക്കുന്നുണ്ട്, ഫാത്തിമ സേഫ് അല്ലേ, നമ്മളും കുറേ പേരെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക അല്ലേ, മാനസികമായിട്ട് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ടൊരു വിഷമം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് അവർക്കായിട്ട് പ്രാർത്ഥിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും അവർക്കായിട്ട് ചെയ്യുക. ഒരുപാട് നമ്മളുടെ സ്വന്തം സഹോദരങ്ങളാണ് ഈ ഒരു ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടും വിഷമവും എല്ലാം അനുഭവിക്കുന്നത്. കുഞ്ഞു മക്കൾ മുതൽ അല്ലേ, നമുക്ക് അവരെ കാണുമ്പോൾ നമ്മുടെ മക്കളും നമ്മളുടെ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെയാണ് നമ്മൾ ആ ഒരു സെക്കൻഡിൽ നമ്മൾ ആലോചിച്ച് പോണത്. നമ്മളെല്ലാവരും TV തുറന്നാൽ ഇത് മാത്രമല്ലേ ഉള്ളൂ, ഈ ദുരിതം തന്നെയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്. എല്ലാ മനുഷ്യന്മാരും പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാം 2018-ലും 2019-ലും പ്രളയവും എല്ലാം വന്നപ്പോൾ നമ്മൾ മലയാളികളെല്ലാവരും കൈകോർത്ത് നിന്ന് എല്ലാത്തിനെയും തരണം ചെയ്ത ആൾക്കാരാണ്. നമ്മളുടെ എന്താ പറയുക, ഈ ഒരു സ്റ്റേജിൽ അനുഭവിക്കുന്ന നമ്മളുടെ സഹോദരങ്ങളെ എല്ലാവരും ഒരാളില്ലാതെ എല്ലാവരും ചേർന്ന് കൈകോർത്ത് നിന്ന് എല്ലാവരെയും നമ്മളോട് നെഞ്ചോട് ചേർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നമ്മളുടെ സഹായഹസ്തങ്ങൾ നീട്ടുകയും ചെയ്ത ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ജാതിയുണ്ട്, മതമുണ്ട്, പാർട്ടിയുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതൊന്നും ആലോചിക്കാതെ എല്ലാവരും ഒന്നാണ് ചിന്തിക്കാനുള്ള മനസ്സ് നമ്മൾ മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മളുടെ നാട്ടിൻ്റെ പ്രത്യേകതയാണ്. ഇനിയും നന്മ പറ്റാത്ത ഒരുപാട് നല്ല മനസ്സുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അത് നമ്മൾ ഓരോ ടൈമും ഓരോ ന്യൂസിലും ഓരോ വാർത്തയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മോർണിംഗ് ഒരു ഷോപ്പിൽ പോയതാണ്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു പയ്യൻ അവനെ കണ്ടു കഴിഞ്ഞാൽ അവന് ആകെ 10-21 വയസ്സേ ഉള്ളൂ. പക്ഷേ അവന് കുഞ്ഞു കട, അതിനപ്പുറത്ത് വലിയ വലിയ മൊബൈൽ ഷോപ്പുകൾ 3-4 നിരന്നിരിക്കുന്നുണ്ട്. പക്ഷേ ആ കുഞ്ഞു കടയിൽ അവനല്ലാണ്ട് വേറെ ആരെയും അവിടെ കണ്ടില്ല. പക്ഷെ അവൻ്റെ അതിൽ അവൻ എഴുതി വെച്ചിരിക്കുന്നു, ഇന്നത്തെ എൻ്റെ അധ്വാനം ഞാൻ വയനാട്ടിലെ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ സഹോദരങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കും, ഇന്നത്തെ എൻ്റെ അധ്വാനം എന്നുള്ളത് കണ്ടപ്പോൾ മനസ്സും കണ്ണും നിറഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കണം. അപ്പോൾ നമ്മളെ കൊണ്ട് എല്ലാവർക്കൊണ്ടും പറ്റുന്ന എല്ലാ സഹായങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്തു കൊടുക്കുക. അത് അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുന്നതും കൂടെ അതിനുവേണ്ടി ശ്രമിക്കാനുള്ളത് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നുള്ളത് കുറേ പേര് ട്രൈ ചെയ്തു കേട്ടോ, കുറേ പേരൊന്നും കിട്ടുന്നില്ല. നമുക്കറിയാമല്ലോ, എല്ലാ ജില്ലയിലും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതാണ്. കുറേ പേര് സേഫാണ്. അതിൽ തന്നെ വലിയ സന്തോഷം. കുറച്ച് പേർക്കൊന്നും റിപ്ലൈ മെസ്സേജ് ചെയ്തു, വിളിച്ചു നോക്കി, റിപ്ലൈ ഇല്ല. അപ്പം അതിൻ്റെ ഒരു മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഓരോ കസ്റ്റമറും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെങ്ങനെയാണ് നമ്മളെല്ലാ കസ്റ്റമറുമായിട്ടുള്ളതെന്ന് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഞങ്ങളുടെ മൊത്തത്തിൽ എന്താ പറയുക, വാക്കുകളില്ല. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാതെയും പറ്റാത്തൊരവസ്ഥയായി. കാരണം കുറേ പേരോട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഹെയർ കെയറിൻ്റെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അത് നിങ്ങൾ 3-ാം തീയതിയുള്ള വീഡിയോ പ്രതീക്ഷിച്ചോളൂ. ശരിക്കും നമ്മൾ 1-ാം തീയതി വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടിരുന്നതാണ്. എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം, അതുപോലെ ഒരു ഓയിൽ മേക്കിംഗ് വീഡിയോ, അങ്ങനെ 2-3 വീഡിയോ എല്ലാം എടുത്ത് എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞപ്പോൾ കുറേ പേരുടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഹെയർ കെയറിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യും, ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഫാത്തിമ സ്റ്റാർട്ട് ചെയ്തില്ല. കുറേ മെസ്സേജ് ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കുറേ പേർക്ക് അറിയാം നമ്മളോട് എപ്പോഴാണ് വീഡിയോ വരുന്നത് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഇന്ന ഡേറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ഇത്രയും ഡിലേ ആയത്. അപ്പോൾ ക്ഷമിക്കുക. അതുപോലെ കുറേ നമ്മളുടെ മഞ്ഞളേഹിയും ബയോട്ടിൻ ലഡ്ഡും എള്ളുണ്ടയും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പേയ്മെൻറ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, കുറേ കൊറിയർ ഓഫീസുകളിൽ വെള്ളം കയറിയിട്ട് അവർക്ക് കൊറിയർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും അതേപോലെ കുറച്ച് ബുദ്ധിമുട്ടിലാണ് കുറേ നമ്മൾ കൊറിയർ ഓഫീസിൽ. അതുകൊണ്ടാണ് ഈ ഡിലേ ഉള്ളത്. നെക്സ്റ്റ് മൺഡേയോട് കൂടെ എല്ലാ
നമ്മളുടെ മഞ്ഞൾ ലേഹ്യത്തിനെയും സകല ബുക്കിങ്സും നമ്മൾ മൺഡേയോടുകൂടെ എല്ലാവർക്കും അയക്കണമാണ്. ട്യൂസ്ഡേ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു ഡിലേ വന്നത്. എന്നിരുന്നാലും നമ്മളെല്ലാം നമ്മളുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. എല്ലാം നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. 2-3 ദിവസമൊക്കെ എന്താ പറയുക, ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. മഞ്ഞൾ ലേഹ്യം ആയിക്കോട്ടെ, നമ്മുടെ ബയോട്ടിൻ ലഡു, അതുപോലെ എന്താ പറയുക ഗിവ് അവേൻ്റേത്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇത്ര ഒരു ഡിലേ ആവാൻ കാരണം. അപ്പോൾ നമുക്ക് നാളെ തന്നെ നമ്മൾ ഗിവ് അവേൻ്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഗിവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ആ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുക. എല്ലാവരും ചെയ്യും. എന്നാൽ കൂടെ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഉദ്ദേശിക്കുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുക. താങ്ക് യു.